ദൈവഹിതം അറിയുന്ന നേരുള്ള ജീവിതം. ദൈവിക ജ്ഞാനത്തിന്റെ വലിയ മൂല്യത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതപാത എങ്ങനെ ക്രമീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ഭാഗമാണ് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം. ദൈവത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി അനുഭവിക്കുവാൻ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന മനോഭാവം എന്തായിരിക്കണമെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 32-ാം വാക്യത്തിൽ വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. ഇവിടെ 2 വ്യത്യസ്തമായ ജീവിത രീതികളെ ദൈവം വേർതിരിച്ചു കാണിക്കുന്നു. ഒന്ന് വക്രതയുള്ളവരുടെ വഴിയും മറ്റത് നേരുള്ളവരുടെ വഴിയും. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വിജയത്തിന്റെ അളവുകോൽ ലാഭമാണെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. വക്രതയുള്ളവൻ എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് വഞ്ചനയിലൂടെയും കള്ളത്തരത്തിലൂടെയും സ്വന്തം ലാഭത്തിനായി ആരെയും ചതിക്കാൻ മടിക്കാത്തവരെയാണ്. അങ്ങനെയുള്ള ജീവിത ശൈലി ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒന്നാണെന്ന് ദൈവവചനം തുറന്നു പറയുന്നു. കാരണം ദൈവം സത്യത്തിന്റെ ഉറവിടമാണ്. അവന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി യാതൊന്നും അവന് സ്വീകാര്യമല്ല. ഇതിന് നേരെ വിപരീതമായി ദൈവഭയത്തോടും സത്യസന്ധതയോടും നീതിയോടും കൂടി ജീവിക്കുന്നവനെയാണ് നേരുള്ളവരെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരോടൊപ്പമാണ് ദൈവത്തിന്റെ സഖ്യത, അല്ലെങ്കിൽ അവരുമായാണ് ദൈവത്തിന്റെ ആലോചനകൾ കൈമാറുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ദൈവവും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ്. ദൈവം തന്റെ ആഗ്രഹങ്ങളും രഹസ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ലോകം പലപ്പോഴും വളഞ്ഞ വഴികളാണ് ലാഭകരമെന്നും എളുപ്പമെന്നും നമ്മെ പ്രലോഭിപ്പിക്കാറുണ്ട്. കള്ളം പറഞ്ഞോ മറ്റുള്ളവരെ വഞ്ചിച്ചോ നേടുന്ന നേട്ടങ്ങൾ വലുതാണെന്ന് തോന്നാമെങ്കിലും ഇത്തരം വഴികൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ അകറ്റിക്കളയും. നേരുള്ള വഴികൾ നടക്കുന്ന പലപ്പോഴും പ്രയാസകരമായി തോന്നാം. ലോകത്തിന്റെ കണ്ണിൽ അത് നഷ്ടമാണെന്ന് തോന്നാം. എങ്കിലും ആ വഴിയിലാണ് ദൈവത്തിന്റെ സംരക്ഷണവും പ്രത്യേക അടുപ്പവും നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ നാം ഓടുമ്പോൾ നേരുള്ളവർ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ ഓടുന്നു. നാം നമ്മുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒരുപോലെ സത്യസന്ധത പാലിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവത്തിന് അത് ഇഷ്ടമാണോ എന്ന് നോക്കി വേണം നാം മുൻപോട്ട് പോകാൻ. ദൈവഭയത്തോടെ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ തന്റെ വിശ്വസ്ത സുഹൃത്തുക്കളായി മാറ്റുകയും തന്റെ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ പകരുകയും ചെയ്യും. വളഞ്ഞ വഴികൾ തരുന്ന ഉടനടിയുള്ള ലാഭത്തെക്കാൾ നേരുള്ള വഴിയിലൂടെ ലഭിക്കുന്ന ദൈവത്തിന്റെ ഹൃദയബന്ധമാണ് വലിയതെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ അടുപ്പം ആഗ്രഹിക്കുന്നവർ നേരുള്ള വഴിയിൽ ഉറച്ചു നിൽക്കും. അവിടെയാണ് സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നത്. ലോകത്തിൽ ജയിക്കാൻ വളഞ്ഞ വഴികൾ മതിയാകും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പാൻ നേരുള്ള ഹൃദയം തന്നെ വേണം. ഗോഡ് ബ്ലസ് യു.